അറിവിന്റെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ എല്ലാ വനങ്ങളിലും ഹിമാലയത്തിലും പാറക്കെട്ടുകൾ നിറഞ്ഞ വനപ്രദേശങ്ങളിലും കാണപ്പെടുന്ന കരടി വിഭാഗമാണ് തേൻകരടി എന്ന സ്ലോത്ത് ബെയർ. ഇവയുടെ ശാസ്ത്രീയ നാമം മെലുർസസ് ഉർസിനസ് എന്നാണ്. തേൻകരടികൾ നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ എന്നിവിടങ്ങളിലും കാണപ്പെടുന്നു. ഉഷ്ണമേഖലാ വനങ്ങളിലും പുൽമേടുകളും കുറ്റിച്ചെടികളും തണ്ണീർത്തടങ്ങളും ഉള്ള സ്ഥലങ്ങളിൽ അവർ വസിക്കുന്നു. പഴങ്ങൾ, തേൻ, പ്രാണികൾ തുടങ്ങിയ ഭക്ഷ്യസ്രോതസ്സുകളുടെ ലഭ്യതയാണ് അവയുടെ ആവാസ വ്യവസ്ഥയെ പ്രധാനമായും നിർണ്ണയിക്കുന്നത്. ദേശീയ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയ സംരക്ഷിത പ്രദേശങ്ങളിലാണ് ഈ കരടികൾ കൂടുതലായി കാണപ്പെടുന്നത്. തേൻ കരടികൾ മനുഷ്യരെ ആക്രമിക്കാറില്ല. മനുഷ്യരെ കണ്ടാൽ തന്നെ ഒഴിഞ്ഞുമാറി പോകുകയാണ് ചെയ്യാറ്. മനുഷ്യർ ഇവരെ ആക്രമിക്കുമെന്ന് തോന്നിയാൽ മാത്രമേ ഇവർ നേരിട്ട് ആക്രമിക്കാറുള്ളൂ. തേൻ കരടികളുടെ ശരീരം മുഴുവൻ നീളമുള്ള കറുത്ത രോമങ്ങൾ നിറഞ്ഞതാണ്. നെഞ്ചിൽ യു അല്ലെങ്കിൽ വി ആകൃതിയിൽ വെളുത്ത രോമമുണ്ടാകും. നീളമുള്ള വളഞ്ഞ നഖങ്ങളും നീണ്ടുനിൽക്കുന്നതുമായ മൂക്കും മണ്ണിനടിയിൽ ഉള്ള പ്രാണികളെയും പുഴുക്കളെയും ഉറുമ്പുകളെയും കണ്ടെത്താനും അവയെ ഭക്ഷിക്കാൻ അനുയോജ്യമാണ്. മറ്റ് കരടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയ്ക്ക് താരതമ്യേന മെലിഞ്ഞ ശരീരമാണ്. പ്രായപൂർത്തിയായ ആൺ കരടിക്ക് 80 മുതൽ 140 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. പെൺകരടികൾക്ക് 55 മുതൽ 95 കിലോഗ്രാം വരെ ഭാരമുണ്ട്. അവയുടെ നീളമുള്ള, പരുക്കൻ രോമങ്ങൾ പ്രാണികളുടെ കടികളിൽ നിന്ന് സംരക്ഷണം നൽകുകയും അവർ വസിക്കുന്ന ചൂടുള്ള കാലാവസ്ഥയിൽ തണുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. തേൻ കരടികൾ കീടനിയന്ത്രണത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ചിതലും ഉറുമ്പുകളും അവയുടെ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. മണ്ണിനടിയിലുള്ള കീടങ്ങളെ കുഴിച്ചെടുക്കാൻ അവർ തങ്ങളുടെ ശക്തമായ നഖങ്ങളും കീടങ്ങളെ വലിച്ചെടുക്കാൻ അവരുടെ നീണ്ട, വഴക്കമുള്ള ചുണ്ടുകളും ഉപയോഗിക്കുന്നു. ഇവയുടെ കീഴ്ചുണ്ടുകൾ പ്രത്യേക ആകൃതിയിലുള്ളതാണ്. മണ്ണിനടിയിൽ നിന്ന് പ്രാണികളെ വായ്കൊണ്ട് വലിച്ചെടുക്കുമ്പോൾ മൂക്ക് പൂർണ്ണമായും അടച്ചുപിടിക്കാനുള്ള കഴിവുണ്ട്. നായ്ക്കളേക്കാൾ ഘ്രാണശക്തി തേൻ കരടികൾക്കുണ്ട്. കൂടാതെ അവർ പഴങ്ങൾ, തേൻ, ഇടയ്ക്കിടെ ചെറിയ ജീവികളെയും എന്നിവ കഴിക്കുന്നു. അവരുടെ മണം പിടിക്കാനുള്ള കഴിവ് അവരെ വളരെ ദൂരെയുള്ള ഭക്ഷണ സ്രോതസ്സുകൾ കണ്ടെത്താൻ സഹായിക്കുന്നു. ചീഞ്ഞു അഴുകിയ മാംസം ഇവർ ഭക്ഷിക്കാറുണ്ട്. ഇവരുടെ ഇഷ്ടഭക്ഷണം ഉറുമ്പുകളും പുഴുക്കളുമാണ്. തേൻ കരടികൾ സാധാരണയായി രാത്രി സഞ്ചാരികളാണ്. രാത്രിയിൽ ഭക്ഷണം തേടുകയും പകൽ സമയത്ത് തണലുള്ള സ്ഥലങ്ങളിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. തേൻ കരടികൾക്ക് അവയുടെ പേരുപോലെ തേനിനോട് അത്രയ്ക്ക് പ്രിയം ഒന്നുമില്ല. ഇവർ തേനീച്ചക്കൂടുകളെ ആക്രമിക്കുന്നത് തേനീച്ചകളുടെ ലാർവകൾ ഭക്ഷിക്കാനാണ്. ആൺ കരടികൾ ഇണചേരാൻ മാത്രമാണ് പെൺകരടിയുടെ അടുത്തുവരുന്നത്. ഇവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും തനിച്ചിരിക്കുന്നവയുമാണ്. പ്രജനനകാലം പ്രദേശത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു. പക്ഷേ ഇത് സാധാരണയായി ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ്. ഏകദേശം 7 മാസത്തെ ഗർഭാവസ്ഥയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട ഗുഹയിൽ പെൺകരടികൾ 1 മുതൽ 3 വരെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. പ്രസവശേഷം അമ്മ കരടികൾ കുട്ടികളെ ഒറ്റയ്ക്ക് നോക്കി വളർത്തുന്നു. പ്രായപൂർത്തി ആകുന്നതുവരെ ഇവ കുട്ടികളെ സംരക്ഷിക്കുന്നു. ഇത് ഏകദേശം 2-3 വർഷം ആകാറുണ്ട്. കുട്ടികളുമായി സഞ്ചരിക്കുമ്പോൾ കുട്ടികൾ അമ്മ കരടിയുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഈ സ്വഭാവം വേട്ടക്കാരിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ഊർജ്ജ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. കുട്ടികൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന് മുമ്പ് അതിജീവനത്തിനുള്ള അത്യാവശ്യ കഴിവുകൾ പഠിക്കുന്നു. തേൻ കരടികൾ മനുഷ്യരുമായി ഇണങ്ങാറില്ല, എന്നാൽ ഇവരെ മെരുക്കി വാർത്താറുണ്ട്. പണ്ടുകാലത്തു സർക്കസിലും നാടോടികളുടെ കൈയിലും ഇവർ ഉണ്ടാകാറുണ്ട്. തേൻ കരടികളെ നിലവിൽ IUCN വംശനാശഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വനനശീകരണം, മനുഷ്യവന്യജീവി സംഘർഷം, പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഇവയുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിനായി വേട്ടയാടൽ, ആവാസവ്യവസ്ഥയുടെ നഷ്ടം എന്നിവ ഇവയുടെ നിലനിൽപ്പിന് പ്രധാന ഭീഷണിയാണ്. കൂടാതെ വിനോദ ആവശ്യങ്ങൾക്കായി കരടി കുഞ്ഞുങ്ങളുടെ അനധികൃത വ്യാപാരം അവരുടെ ജനസംഖ്യയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നു. ഇന്ത്യയുടെ വന്യജീവി പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുന്ന ഇനമാണ് തേൻ കരടികൾ. കീടനിയന്ത്രകർ എന്ന നിലയിൽ ആവാസവ്യവസ്ഥയിൽ ഇവയുടെ പങ്ക് പ്രാണികളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൂടാതെ അവയുടെ സാന്നിധ്യം അവയുടെ ആവാസവ്യവസ്ഥയുടെ ജൈവവൈവിധ്യത്തിന് സംഭാവന നൽകുന്നു. തേൻ കരടികളുടെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിന് സംരക്ഷണ ശ്രമങ്ങൾ നിർണായകമാണ്. സർക്കാർ ഏജൻസികൾ, സംരക്ഷണ സംഘടനകൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവ തമ്മിലുള്ള സഹകരണം ആവശ്യമാണ്. അവബോധം വളർത്തുന്നതിലൂടെയും സുസ്ഥിരമായ സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഈ ആകർഷകമായ ജീവികളുടെ ഭാവി സുരക്ഷിതമാക്കാനും അവ ഭാഗമാകുന്ന പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താനും നമുക്ക് സഹായിക്കാനാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുമല്ലോ. നന്ദി. നമസ്കാരം.